കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ വിവാദങ്ങളും ശക്തമാവുകയാണ്. ദേശീയപാതയുടെ ഭാഗമായ കല്ലാർ 60-ാം മൈലിൽ വീടുകൾ തകർച്ചയുടെ വക്കിൽ. റോഡ് നിർമ്മാണത്തിനായി മണ്ണെടുത്തതിനാൽ വീടുകൾ അപകട ഭീഷണിയിലാണ്. പ്രദേശവാസികളായ കാട്ടുകാട് റോയി, ചേമ്പുംകാട്ടിൽ രാമകൃഷ്ണൻ എന്നിവരുടെ വീടുകളാണ് തകർച്ചയുടെ വക്കിലെത്തിയിട്ടുള്ളത്. ദേശീയപാത 85 നിർമ്മാണം പുരോഗമിക്കുകയാണ്. എന്നാൽ മഴക്കാലമായതോടെ റോഡ് നിർമ്മാണത്തിനായി മണ്ണെടുത്ത ഭാഗങ്ങളെല്ലാം അപകടാവസ്ഥയിലാണ്. കല്ലാർ 60-ാം മൈലിൽ മൺതിട്ട രൂപപ്പെട്ട വീടുകൾ തകർച്ച നേരിടുകയാണ്. മഴക്കാലത്ത് വീടിന്റെ സംരക്ഷണ ഭിത്തി ദേശീയപാത അധികൃതർ തകർത്തതോടെ വീട് ഏതു സമയത്തും നിലംപൊത്താവുന്ന അവസ്ഥയിലാണെന്ന് പ്രദേശവാസിയായ റോയി പറയുന്നു. NH ഹൈവേയുടെ പണിയായിട്ട് ബന്ധപ്പെട്ട് ഞാനും എൻ്റെ കുടുംബവും താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് താഴെ വന്ന് വീടിൻ്റെ സംരക്ഷണ ഭിത്തിയുടെ താഴെ വന്ന് കഴിഞ്ഞ ദിവസം JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റി എൻ്റെ വീടിൻ്റെ സംരക്ഷണ ഭിത്തി ഫുള്ളായിട്ട് റോട്ടിലേക്ക് പതിഞ്ഞ് എനിക്കിപ്പോൾ താമസയോഗ്യമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ വീടിരിക്കുന്നത്. ഇതിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമായ രീതിയിലാണെന്ന് തോന്നുന്നു. കാരണം വീടിരിക്കുന്നതിൻ്റെ താഴെ ഒരു മാന്തുകയും തൊട്ടപ്പുറം ഇപ്പുറം വന്ന് എല്ലാ പണിയും തീർത്ത് വെച്ചിട്ട് പോവുകയാണ് എല്ലായിടത്തും തന്നെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിന് വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. കൂടാതെ സമീപത്ത് താമസിക്കുന്ന ചേമ്പുംകാട്ടിൽ രാമകൃഷ്ണന്റെ വീടും അപകടാവസ്ഥയിലാണ്. ഹൈറേഞ്ചിലെ ഭൂമിയുടെ അവസ്ഥ മനസ്സിലാക്കാതെയാണ് ഹൈവേ നിർമ്മാണം നടക്കുന്നതെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. മണ്ണെടുക്കുന്ന സ്ഥലത്തെ ജോലികൾ പൂർത്തീകരിച്ച് പോകാത്തതുകൊണ്ട് വ്യാപകമായ മണ്ണിടിച്ചിൽ ഭീഷണിയാണ് പ്രദേശത്തുള്ളത്. തിട്ടയിടിച്ച് പണികൾ പൂർത്തീകരിക്കാതെ പോകുന്നതിനാൽ അപകട ഭീഷണി വർദ്ധിച്ചതായി പൊതുപ്രവർത്തകരും പറയുന്നു. നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പ്രവർത്തികൾ ഇടുക്കി ജില്ലയുടെ പ്രത്യേകിച്ച് ഹൈറേഞ്ചിന്റെ ഒരു ഭൂമിയുടെ അവസ്ഥ മനസ്സിലാക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് കട്ടിങ് എടുത്തിരിക്കുന്ന സ്ഥലത്തെ മണ്ണെടുക്കുന്നിടത്തെ പണി പൂർത്തീകരിച്ച് പോകാത്തത് കൊണ്ട് വ്യാപകമായി മണ്ണിടിച്ചിലാണ്. ഇവർ മണ്ണെടുത്ത് തിട്ടെടുത്തങ്ങ് പോവാണ്. എന്നാൽ തിട്ടെടുക്കുന്ന സ്ഥലത്തെ എല്ലാ പണികളും പൂർത്തീകരിച്ചാൽ മാത്രമേ ഇത് തിട്ട് ഇടിയാതിരിക്കുള്ളൂ. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിങ്ങിന് മേളിലുള്ള എല്ലാ വീടുകളും അപകടാവസ്ഥയിലാണെന്ന് മാത്രമല്ല, വീടുകൾ ഇടിഞ്ഞു, ചില വീടുകൾ പൊളിഞ്ഞു, ബാക്കി വീടുകൾ പോരാനായിട്ടിരിക്കണം. അതുകൊണ്ട് NHന്റെ അധികൃതർ സർക്കാർ ഇക്കാര്യത്തിൽ ഗൗരവമായി ഇടപെടുകയും ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കേണ്ട തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യണം. ദേശീയപാതയുടെ അരികിൽ നിരവധി വീടുകളാണ് അപകടാവസ്ഥയിലുള്ളത്. സർക്കാരും ദേശീയപാത അധികൃതരും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന. ന്യൂസ് ബ്യൂറോ, അടിമാലി.